കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള നിയമസഭയ്ക്കുള്ളിൽ നമ്മൾ കണ്ടത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ചില മാസ് പ്രകടനങ്ങളാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളെയും വളരെ കൃത്യമായും കണക്കുകളും ചരിത്രവും വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സഭയ്ക്കുള്ളിൽ കേവലം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും അപ്പുറം വസ്തുതകൾ കൊണ്ട് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ ആ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഓൺലൈനിൽ നിന്നും കിട്ടിയ ഒരു ചെറിയ ഭാഗം ഇവിടെ പറയുകയാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: തിരക്കഥ എഴുതിയ ആൾ തന്നെ സംവിധാനം ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്, സ്വാതന്ത്ര്യമാണ്. എഴുതുമ്പോൾ മനസ്സിൽ വിഷ്വൽ ചെയ്യുന്നതെല്ലാം അതേ ഭംഗിയോടെ പകർത്താൻ കഴിയുമെന്ന് മാത്രമല്ല, 1000 വട്ടം മനസ്സിൽ ചിന്തിച്ച് സൃഷ്ടിച്ച ഓരോ ഭാഗത്തിനും കഥാപാത്രങ്ങൾക്കും ആത്മാവ് നഷ്ടപ്പെടാതെ ജീവൻ നൽകാനും തിരക്കഥാകൃത്തായ സംവിധായകന് സാധിക്കും. കഥയും അവതരണവും ഒരാളുടെ ചിന്തയിലൂടെ ആവുമ്പോൾ അയാളിലെ പ്രതിഭയുടെ ടോൺ പ്രേക്ഷകർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. വി.ഡി. സതീശന്റെ ഇന്നത്തെ ബജറ്റിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഹിറ്റാക്കിയ ഒരു സംവിധായകനോട് ഉപമിക്കാനാണ് തോന്നുന്നത്. കേരളത്തെക്കുറിച്ച് അയാൾ കുറച്ചേ സംസാരിച്ചുള്ളൂ. കുറെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓൾട്ടർനേറ്റീവ് പ്ലാൻ മനസ്സിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ജനം അയാളെ വിശ്വസിച്ചു. അയാൾക്കായി തെരുവിലിറങ്ങി മുഖ്യമന്ത്രി പദവും ഉറപ്പാക്കി. ധനകാര്യ മിസ്മാനേജ്മെന്റ്, തുറമുഖങ്ങളെ കണക്ട് ചെയ്ത് ഷിപ്പിംഗ് സ്വപ്നങ്ങൾ എന്നിവയൊക്കെയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. മനസ്സിൽ കണ്ടത് നടപ്പിൽ വരുത്താൻ ഫിനാൻസ് ആൻഡ് പോർട്ടൽ വകുപ്പുകൾ കയ്യിൽ വെക്കണം. അത് രണ്ടും മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തു. ആദ്യം അയാൾ ഒരു ധവളപത്രം തയ്യാറാക്കി. ഗുരുതരമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ എന്ന് ലളിതമായ വാക്കുകളിൽ കേരളത്തെ ബോധ്യപ്പെടുത്തി. 1 മാസത്തിനകം വരുന്നു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ച കരുതലുള്ള ബജറ്റ്. കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകൾക്ക് പ്രത്യേക പാക്കേജുകൾ അവിടുത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യം പൂർത്തീകരിക്കാനാണ്. മലബാറിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മികച്ച പരിഗണന ലഭിച്ചിട്ടുണ്ട്. തുറമുഖ വ്യോമയാന സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. എന്നാൽ താൻ മുമ്പേ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ട് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് തുടക്കം കുറിച്ച് വി.ഡി. തുടങ്ങിയിട്ടുണ്ട്. ജയവും പരാജയവും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഐക്യജനാധിപത്യ മുന്നണിയെയും അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയും തന്നെയാണ് ബാധിക്കുക. ബജറ്റ് അറിയുന്ന, സാമ്പത്തികാവസ്ഥ തിരിച്ചറിയുന്ന, പരിഹാസമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന, പറഞ്ഞതിനെയൊക്കെ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കിന്നുള്ളത്. കഴിഞ്ഞ 10 വർഷം നമുക്കില്ലാതെ പോയതും ഇതുപോലൊരു ഭരണ തലവനെയാണ്. ആദ്യം തന്നെ പ്രതിപക്ഷ സംഘടനകൾ തെരുവിൽ നടത്തിയ സമരവും അതിനെ തുടർന്നുണ്ടായ സഭയിലുണ്ടായ കോലാഹലങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണപക്ഷത്തിന്റെ യുവജന സംഘടനകൾ തെരുവിൽ സമരം ചെയ്തപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു. എന്നാൽ സഭയ്ക്കുള്ളിൽ വന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു എന്നോർക്കണം. ആരോപണം വെറുതെ ആയിരുന്നില്ല. കയ്യിലൊരു കുപ്പിയും അതിൽ കുറെ മലിനജലവും ഉണ്ടായിരുന്നു. ജലപീരങ്കിയിലെ വെള്ളം മലിനമായിരുന്നത്രേ. വെള്ളത്തിന് നിറവ്യത്യാസവും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കള്ളത്തരം കാണിക്കാനും സഹതാപം പിടിച്ചുപറ്റാനുമാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ തെളിവുകളെ എവിടെയും നശിപ്പിക്കാനാവില്ല. അത് ഒരു ഫോട്ടോഗ്രാഫറുടെ രൂപത്തിൽ ഫോട്ടോയായി മുന്നിൽ വന്നു. പോലീസിന്റെ സ്വാഭാവിക നടപടികളെ പോലും വിചിത്രമായ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴച്ച പ്രതിപക്ഷത്തിന്റെ ഈ തന്ത്രത്തെ മുഖ്യമന്ത്രി സഭയിൽ പരിഹസിക്കുകയാണ് ചെയ്തത്. ജലപീരങ്കിയിലെ വെള്ളം കണ്ട് ഭയന്നോടിയവർ വെള്ളത്തിൽ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഇവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അമ്മാസ് മറുപടി നൽകിയത്. ജലപീരങ്കിയിലെ വെള്ളം അത് ആഭ്യന്തര വകുപ്പിന്റെ വെള്ളമല്ല, അത് ഫയർഫോഴ്സിന്റെ വെള്ളമാണ്. അതിൽ കള്ളം പറയേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ശരിക്കും അസ്തപ്രജ്ഞരായി പോയി. ഫയർഫോഴ്സിന്റെ വെള്ളത്തിൽ പോലും രാഷ്ട്രീയം കലർത്താൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയാണ് കേരളം കണ്ടത്. പക്ഷെ അവിടെയും പിഴച്ചുപോയി. കൊണ്ടുവന്ന വെള്ളത്തിന് തെളിവുണ്ടായി. ഒരു പ്രവർത്തകൻ റോഡിലിരുന്ന് കോരിയെടുത്തൊഴിക്കുന്നത് ക്യാമറ കണ്ണുകളിലൂടെ പതിഞ്ഞിരുന്നു. അടുത്തതായി സഭയെ ഏറ്റവും കൂടുതൽ ചൂട് പിടിപ്പിച്ച വിഷയം ഈ സർക്കാരിന്റെ മദ്യ നയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച കുറഞ്ഞ ആൽക്കഹോളുള്ള പാനീയങ്ങളുടെ നികുതി ഘടനയെ മുൻനിർത്തി വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും LDFും ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ബെക്കാഡി പോലുള്ള വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു എന്ന് വരെ പ്രതിപക്ഷം ആരോപിച്ചു.
എന്നാൽ ഇവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ ബോംബ് സഭയിൽ പൊട്ടിച്ചത്. കുറഞ്ഞ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ഈ നയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ആയിരുന്നു എന്ന വസ്തുത അദ്ദേഹം രേഖകൾ സഹിതം പുറത്തുവിട്ടു. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് കൃത്യം 6 മാസം തികയുന്നതിന് മുൻപ് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന എം.വി. ഗോവിന്ദൻ, അതായത് 2021 മുതൽ 22 വരെയുള്ള വിജയൻ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിയായി എം.വി. ഗോവിന്ദൻ പ്രവർത്തിച്ച സമയത്ത് ബെക്കാഡി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അദ്ദേഹമാണ്. ഉദയഭാനു കമ്മീഷൻ ശുപാർശകളുടെ പേരിൽ 20% വരെ ആൽക്കഹോൾ ഉള്ള മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് 2022 മാർച്ച് 31 മദ്യനയത്തിൽ എഴുതിവെച്ചത് ഇതേ LDF സർക്കാരായിരുന്നു. വിദേശ മദ്യനയ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നികുതി നിശ്ചയിക്കാനുള്ള എല്ലാ നടപടികളും മുൻ സർക്കാർ പൂർത്തിയാക്കി വെച്ചിരുന്നതുമാണ്. അന്ന് നിയമസഭയിൽ മറ്റു ചില തടസ്സങ്ങൾ വന്നിരുന്നതുകൊണ്ട് മാത്രമാണ് അക്കാര്യങ്ങൾ നടപ്പിലാക്കാതിരുന്നത്. ഇപ്പോൾ അതിനെയാണ് പ്രതിപക്ഷം വലിയ അഴിമതിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. മാത്രമല്ല, കമ്പനികൾ ആവശ്യപ്പെട്ടതിനേക്കാൾ വളരെ ഉയർന്ന നികുതിയാണ്, അതായത് 120%, 175% നികുതിയാണ് ഈ പുതിയ പാനീയങ്ങൾക്ക് മേൽ UDF സർക്കാർ ചുമത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നികുതി നിരക്കാണ് ഇത്. എന്നിട്ടും ഇതിൽ അഴിമതി ആരോപിക്കുന്നവർ സ്വന്തം ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മദ്യവർജനത്തെ കുറിച്ച് ഇന്ന് വലിയ ക്ലാസുകൾ എടുക്കുന്ന പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൽ ആകെ 28 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ഭരണം ഒഴിഞ്ഞപ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണം പരിശോധിച്ചാൽ 900 കടന്നിരിക്കുന്നു. കേരളത്തെ മദ്യശാലയാക്കി മാറ്റിയവരാണ് ഇന്ന് പുതിയ സർക്കാരിന് ഉപദേശം നൽകാൻ വരുന്നത് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞപ്പോൾ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത്. 2018 വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി 78% കുറച്ചു നൽകിയപ്പോൾ ഇടതുപക്ഷത്തിന് എത്രയാണ് കിട്ടിയത് എന്ന് തിരിച്ചു ചോദിക്കാനും മുഖ്യമന്ത്രി മടിച്ചില്ല. ജോണി വാക്കറിൽ നിന്നും ശിവാശ്രീകളിൽ നിന്നും പണം വാങ്ങിയിട്ടാണോ അന്ന് നികുതി കുറച്ചത് എന്ന ചോദ്യത്തിനു മുന്നിൽ പ്രതിപക്ഷം പൂർണ്ണമായും പതറിപ്പോയി. ഈ നികുതി ഘടന ഒരു ബജറ്റ് നിർദ്ദേശം മാത്രമാണ് എന്നും UDF മുന്നണിയിലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് മാത്രമേ അന്തിമ മദ്യനയം രൂപീകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയം പോലെ തന്നെ പ്രതിപക്ഷം വലിയ ആയുധമാക്കാൻ നോക്കിയ മറ്റൊരു വിഷയമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതി. ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്നും പുതിയ സർക്കാർ കേരളത്തെ കേന്ദ്രത്തിന് പണയപ്പെടുത്തിയെന്നും പറഞ്ഞ പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കി. എന്നാൽ ഈ കള്ളപ്രചാരണത്തെയും വളരെ ഭംഗിയായിട്ടാണ് സർക്കാർ തകർത്തത്. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ സഭയിൽ പുറത്തുവിട്ട രേഖകൾ പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കേരളത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് കേന്ദ്രവുമായി ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുൻ LDF സർക്കാർ ആയിരുന്നു. തങ്ങൾ ഒപ്പുവെച്ച കരാറുകളെ ഒളിച്ചുവെക്കാൻ വേണ്ടിയാണ് പുതിയ UDF സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങിയെന്ന പ്രതിപക്ഷം കള്ളപ്രചരണം നടത്തുന്നത് എന്നും കൂടി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അടപടലം തീർന്നു. സ്വന്തം കാപട്യം പുറത്താകുമെന്ന് ഉറപ്പായപ്പോഴാണ് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഒടുവിൽ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ആദ്യം നടപ്പിലാക്കിയതും ഇതേ LDF സർക്കാർ ആയിരുന്നു എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഈ വിഷയം കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രമേ UDF സർക്കാർ തീരുമാനമെടുക്കൂ എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കി. ചുരുക്കത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുനയൊടിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള ജനപ്രിയ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പോലും എതിർക്കുന്ന വിചിത്രമായ വാദങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ജലപീരങ്കിയുടെ പേരിലും മദ്യനയത്തിന്റെ പേരിലും PM ശ്രീയുടെ പേരിലും പ്രതിപക്ഷം എത്രയൊക്കെ നുണകൾ വായുവിൽ പറത്തിവിട്ടാലും വസ്തുതകളുടെ കരുത്തിൽ ഞങ്ങൾ അതിനെയെല്ലാം തച്ചുടയ്ക്കുക തന്നെ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആവേശവും ആശ്വാസവുമാണ് നൽകിയിരിക്കുന്നത്.